BKFൻ്റെ ഈ സെഷനിൽ അറബി ഭാഷ പഠന രീതികളെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മനുഷ്യൻ്റെ ഏതൊരു ഉദ്യമവും വിജയിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് ആശയ സംവേദനത്തിലൂടെയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതിന് ഭാഷ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാഷാ പഠനവും അധ്യാപനവുമൊക്കെ ഭാഷ ഉത്ഭവിച്ചത് മുതലേ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള, അതുപോലെ ഒരുപാട് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. സംസ്കാരം കൊണ്ടും ഭാഷയുടെ ഘടനയിലും പദങ്ങളിലുമൊക്കെയുള്ള പ്രയോഗങ്ങളിലുമൊക്കെയുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുമൊക്കെ ധാരാളം നിലക്കുള്ള വൈവിധ്യങ്ങൾ അറബി ഭാഷക്കുണ്ട്. അതോടൊപ്പം 425 മില്യൺ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അറബി ഭാഷ അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഭാഷയ്ക്ക് പുതിയ ലോകത്ത് ഒരുപാട് സാധ്യതകളും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ കോർ വിഷയത്തിലേക്ക് വരാം. നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സർ. കൂടുതൽ പേർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ്, മുൻ HOD ആയിരുന്നു. അതോടൊപ്പം ഫൈസൽ ഹസനി രണ്ടത്താണി ഉസ്താദ് നുസ്രത്ത് സ്ഥാപനത്തിൻ്റെ മേധാവിയാണ്. അതോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ ഷറഫുദ്ദീൻ നിസാമി ഉസ്താദ് ഒരുപാട് കാലത്തെ അറബ് ലോകത്തുള്ള ഒരുപാട് കാലത്തെ പരിചയം ഉള്ള വ്യക്തിയാണ്. 25 വർഷം ഔഖാഫിൽ സേവനം ചെയ്ത വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഒരുപാട് അനുഭവ സമ്പത്തുള്ള, അറബി ഭാഷയുമായി അടുത്ത് ഇടപഴകിയ 3 വ്യക്തിത്വങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയിലേക്ക് വരാം. ആദ്യമായി നമുക്ക് അറബി ഭാഷ പഠിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ്, അതിൻ്റെ കരിയർ ബൂസ്റ്റ് ചെയ്യാൻ എത്രത്തോളം ഈ ഭാഷ സഹായകമാകും എന്ന ഒരു വിഷയം തന്നെ എടുക്കാം. നിലവിലിപ്പോൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ, കേരളീയ പശ്ചാത്തലം മാത്രമല്ല മറ്റ് അറബേതര നാടുകളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറബി ഭാഷ പഠനം അല്ലെങ്കിൽ അധ്യാപനം ഒക്കെ തുടങ്ങിയത് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് അറബി ഭാഷാ പഠനത്തിന് മതപ്രചരണം മാത്രമല്ല, മറ്റു പല സാധ്യതകൾ കൂടിയുണ്ട്. അതിലേക്കൊന്ന് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉന്നതരായ വ്യക്തിത്വങ്ങൾ, വിജ്ഞാന കുതുകികളായ എൻ്റെ സഹോദരങ്ങൾ, നല്ലൊരു സദസ്സ്, ചർച്ചയും വളരെ അനുഗ്രഹീതമാണ്. അള്ളാഹു നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഭാഷ എന്ന് പറയുമ്പോൾ, ലുഗ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഏറ്റവും ആശയവിനിമയത്തിൻ്റെ ഉപാധി എന്ന ഡെഫിനിഷനാണ് അതിനെ ഏറ്റവും ആദ്യമായി പറയാനുള്ളത്. ആ വിഷയത്തിൽ നാം എത്രമാത്രം വിജയിക്കുന്നു, പരാജയപ്പെടുന്നു, അതിൻ്റെ വഴികളെന്താണ്, അതിൻ്റെ കാരണങ്ങളെന്താണ്, പരിഹാരം എന്താണ് എന്നതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തുടങ്ങി വെച്ച ചർച്ചയുടെ ഭാഗമായിട്ട് എൻ്റെ ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം അറബി ഭാഷ എന്ന് പറയുമ്പോൾ മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബന്ധങ്ങളുണ്ട്, വൈകാരികമായ തലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു മീഡിയം എന്നതിലപ്പുറം നമ്മുടെ മതപരമായ കാര്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ആ ഭാഷയിലായതുകൊണ്ട് അന അറബിയുൻ വൽ ഖുർആനു അറബിയുൻ
എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ അറബിയാണ്, പരിശുദ്ധ ഖുർആൻ അറബിയിലുള്ളതാണ്, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ ഭാഷ അറബിയിലാണ്. ഈ രൂപത്തിലുള്ള ആ ബന്ധം ഒരു മുസ്ലിമിന് പരിശുദ്ധമായ ആ ഭാഷയുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയമായ തലങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് അറബി ഭാഷ. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ നടക്കുന്ന ആദ്യത്തെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. ഭൗതിക ലോകത്ത് നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കൂടി ഈ ഭാഷാ പഠനം ഉപയുക്തമാണ് എന്നതൊരു വസ്തുതയാണ്. ഇന്ന് പലപ്പോഴും ജോലിയുടെ രംഗങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും ഒരു മത്സരവേദിയാണ്. അവിടെ സ്വാഭാവികമായും നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണ്. ആ ഇംഗ്ലീഷ് ഭാഷയിൽ കഴിവ് നേടിയ ആളുകൾ മത്സരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലേക്ക് കുതിക്കാൻ അറബി കൂടിയുണ്ടെങ്കിൽ അവന് കഴിയുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ ജോലിയുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അതിൻ്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കുന്നവരെ കാണുന്നുണ്ട്. അപ്പോൾ അറബി ഭാഷ ഉണ്ടായിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഭൗതിക ജീവിതത്തിലെ ജോലി കണ്ടെത്തലും അതുപോലുള്ള സമ്പാദനവും അതുപോലുള്ള വിജയത്തിനും വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ഉപയുക്തമായ ഒരു കാര്യമാണ് അറബി ഭാഷ പഠിക്കുക എന്നത്. ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അറബ് നാടുകളിൽ അറബി സ്വാഭാവികമായും അതൊരു പ്ലസ് പോയിൻ്റാണ്. ഇംഗ്ലീഷ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ അറബി കൂടിയുണ്ടോ അവനെ പരിഗണിക്കപ്പെടുന്നു എന്നത് വസ്തുതയാണ്. ഈ അറബി ഭാഷയുടെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അറബി ഭാഷയുടെ ജോലി സാധ്യതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഉസ്താദ് സൂചിപ്പിച്ചത്. അതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ തോന്നുന്നു. അറബി ഭാഷയുടെ പ്രത്യേകത നമ്മൾ അറിയാം, ഉസ്താദ് സൂചിപ്പിച്ചല്ലോ. എനിക്ക് തോന്നിയ അറബി ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലുഗത്തുൻ ഹയ്യ, സജീവമായ ഒരു ഭാഷയാണ്. ലാ തതഗയ്യർ, കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ പൊതുവെ ഭാഷയിൽ. എത്രത്തോളം ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ചേഞ്ചസാണ് വന്നത്. പഴയ ഇംഗ്ലീഷും പുതിയ ഇംഗ്ലീഷൊന്നും നമുക്ക് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ജെഫ്രി ചോസർ, അദ്ദേഹത്തിൻ്റെ കണ്ടംപററി ടൈൽസിൻ്റെ പ്രലോഗ് തുടങ്ങുന്നത് വാൻ ദാറ്റ് ആപ്രിലെ വിത്ത് ഇറ്റ്സ് ഓവേഴ്സ് സോട്ടെ എന്ന് പറഞ്ഞിട്ടോ. അത് എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായും. ഷേക്സ്പിയറൊക്കെ നമുക്ക് വായിക്കണമെങ്കിൽ ഒരു പാരഫ്രൈസ് വെച്ചുകൊണ്ട് മാത്രമേ വായിക്കാൻ സാധിക്കുള്ളൂ. അതും കുറേ അപ്പുറത്തുള്ളതല്ല. അപ്പോൾ പിന്നെ അത് ഇംഗ്ലീഷ് ഭാഷ ഉരുവം കൊണ്ട്, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ പലപ്പോഴും ഫാദർലെസ് ലാംഗ്വേജ് എന്നൊക്കെ അറിയപ്പെടുന്നു. കാരണം അവിടെ ഒരുപാട് കൾച്ചറുകൾ വന്നു, ഓരോന്നും മറ്റുള്ളതിനെ അധിനിവേശം ചെയ്ത് അങ്ങനെ ഒരു സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിൻ്റെ ഭാഗമായിട്ട് പല ഭാഷകളും കൂടി സമ്മിശ്രമായിട്ട് അതിൻ്റെ ആദിമ ഭാഷയെ തന്നെ അങ്ങ് എടുത്തു കളഞ്ഞുകൊണ്ടാണ് പിന്നീട് പുതിയ പരിഷ്കരണങ്ങൾ വരുന്നത്. എന്നാൽ മലയാളവും അങ്ങനെ തന്നെയാണ്. 100 കൊല്ലം മുമ്പുള്ള മലയാളമൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും. അറബി അങ്ങനെയല്ല. അത് എത്ര കാലഭേദങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ക്ലാസിക്കൽ അറബി എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അറബി ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ അറബി ഭാഷയിൽ അവതരിപ്പിച്ചതിൻ്റെ കാരണം, അപ്പോൾ മറ്റു ഭാഷയിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം മറ്റു ഭാഷകൾ എന്ന് പറഞ്ഞാൽ പഴയ ഭാഷ ഇത്രയും കാലം കഴിയുമ്പോഴേക്കും അത് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവും. അറബി ഭാഷയിൽ അവതരിപ്പിച്ച മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ഭാഷ ആയതുകൊണ്ട് തന്നെ അറബി അറിയുമോ എന്നാൽ ആ വിഷയം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. മറ്റു ഭാഷകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അറബി ഭാഷ സാധാരണഗതിയിൽ നമ്മൾ ഡിഗ്രി എടുക്കുന്നു, PG എടുക്കുന്നു, പിന്നെ PhD, അതുപോലെ തന്നെ അങ്ങനെ വല്ല കോളേജുകളിലും കയറുന്നു, അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരാകുന്നു, പിന്നെ B.Edഉം മറ്റുമൊക്കെ ചെയ്തിട്ട് അധ്യാപകരാകുന്നു. ഇങ്ങനെയുള്ള ഒരു സ്വാഭാവികമായ ഒരു ട്രഡീഷണലായ ഒരു രീതി നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ കാലത്ത് കാര്യങ്ങൾ കുറച്ചും കൂടി മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ അവിടെ പിന്നെ അറബിക്കിന് ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമുണ്ട്. ആമസോണിലൊക്കെ
ഇപ്പോൾ പിന്നെ ഈ ഒരുപാട് എഡിറ്റേഴ്സ് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് ജസ്റ്റ് അറബിക് പിന്നെ ഭാഷാ സപ്പോർട്ടർ അങ്ങനെയാണ് അവർ പറയുക, ലാംഗ്വേജ് സപ്പോർട്ടർ ആവശ്യമുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ഇന്ന് ഞാനൊരു ആളുടെ ഒരു അനുഭവത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടൊരു ഒരു അറബി ഭാഷ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു 1.5-2 ലക്ഷം രൂപ ഒന്നും ഉണ്ടാക്കുക എന്നുള്ളത് എന്തല്ല ഒരു മാസത്തിൽ ഒരു വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഭാഷയ്ക്ക് നമ്മളിപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതിനോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം നിങ്ങൾക്ക്. അതായത് അറബി ഭാഷ ഏത് ഭാഷ കൊണ്ടും ലഭിക്കാവുന്ന ഏറ്റവും താഴ്ന്ന ജോലിയാണ് അധ്യാപനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോലി എന്ന നിലക്ക് അത് താഴ്ന്നതാണെന്ന് എനിക്ക് അഭിപ്രായമല്ല, പക്ഷേ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ മറ്റു അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോസിറ്റീവ്സും പിന്നെ അതിൻ്റെ ശേഷമുണ്ടാകുന്ന പെൻഷനും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ അത് ഒരു വേറെ തലത്തിൽ നമുക്ക് കാണാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദ്ധരിക്കാം, അത് അംഗീകരിക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ ഒരുപാട് മേഖലകളിൽ ഇപ്പോൾ അറബി ഭാഷ പ്ലസ് അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൂടി അറിയുന്നുണ്ടെങ്കിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ നേട്ടം ഭയങ്കരമായിരിക്കും. പ്രത്യേകിച്ചും ജാപ്പാനീസ്, സ്പാനിഷ്, ജർമ്മൻ ഇങ്ങനത്തെ ഭാഷകളൊക്കെ ഇപ്പോൾ ഞാൻ ഇഫ്ലൂലാണ് എൻ്റെ PhD കഴിഞ്ഞത്. അവിടെയൊക്കെ പറഞ്ഞാൽ ജാമിയത്തുൽ ഇൻജിലീസിയ വൽ ലുഗാത്തിൽ അജ്നബിയ്യ എന്നാണ് എൻ്റെ പേരന്. അത് വ്യത്യസ്ത ലാംഗ്വേജുകളാണ്. അവിടെ നമ്മളിപ്പോൾ ഒരു PGക്ക് പോവുകയാണെങ്കിൽ അറബിക്കിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ ഒക്കെ ആയിരിക്കും പോവുക, പക്ഷെ അതേ കൂടെ നമുക്ക് സ്പാനിഷ് പഠിക്കാം, ജർമ്മൻ പഠിക്കാം, ഫ്രഞ്ച് പഠിക്കാം, അങ്ങനെ പല ഭാഷകളും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ നമുക്ക് അറബി അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പുറമെ വേറെങ്കിലും ഒരു ഭാഷയിൽ നമുക്ക് ഇങ്ങനെ കൂടുതൽ കഴിവ് നേടാൻ സാധിച്ചാൽ അതുകൊണ്ട് ഈ പറയുന്ന രംഗത്ത് ഒരു വലിയ ഒരു വിപ്ലവം അല്ലെങ്കിൽ മാറ്റം നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു പ്രോഗ്രാമിൽ സംസാരിക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഹസൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാംഗ്വേജാണ്. അത്തരത്തിലൊരു സെക്കൻഡ് ലാംഗ്വേജ് എന്തിനു വേണ്ടിയൊക്കെ പഠിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം ഡിസ്കഷനുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മതരംഗത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ മതപഠന രംഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരു മുത്തഅല്ലിമിനും ആദ്യമായി അറബി ഭാഷ പഠിക്കണം നിർബന്ധമാണ്. അറബി ഭാഷ പഠിച്ചാൽ മാത്രമേ അതിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള അറബിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു അറബി ഭാഷ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിനകത്തുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. ഒന്ന്, ആ ലാംഗ്വേജിൽ എഴുതപ്പെട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിനകത്തുള്ള അറിവ് നേടുകയും ചെയ്യുക എന്നത് മാത്രമാണ് എങ്കിൽ അവൻ പഠിക്കേണ്ടത് നമ്മുടെ പൗരാണിക രീതിയിൽ തുടർന്നു വരുന്ന പഴയ രീതിയിൽ അവൻ പഠിക്കുക എന്നുള്ളതാണ്. അതല്ല, ഒരു സെക്കൻഡ് ലാംഗ്വേജ് കൊണ്ടുള്ള ഉദ്ദേശം അവിടെ സംഭാഷണം, മറ്റുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണെങ്കിൽ ഇതിന് ഒരല്പം കൂടി നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡിനോടൊപ്പം ഒരല്പം കൂടി കാര്യങ്ങൾ അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡിസ്കഷനകത്ത് അത് വരും. അപ്പോൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് കസ്ബുൽ മാൽ, ധനസമ്പാദനം. അതിപ്പോൾ മതപഠന രംഗത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇത് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ദർസ് നടത്തുകയോ അല്ലെങ്കിൽ മദ്രസ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും അവിടെ കസ്ബുൽ മാൽ എന്ന് പറയുന്ന സംഗതിയുണ്ട്. രണ്ടാമത് ആശയ സംവേദനമാണ്. അതുപോലെ തന്നെ ആ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള സോഴ്സുകളെ മനസ്സിലാക്കുക എന്നുള്ളത് മൂന്നാമത്തെ ലക്ഷ്യമാണ്. അതുപോലെ നമ്മുടെ ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളെ ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന നാലാമത്തെ കാര്യം. ആ ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുള്ള സംഗതികളെ മലയാള ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം. ഇതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റൊരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറബി മലയാളം അറിയാം അല്ലേ? അറബി മലയാളം ഏതൊരു മനുഷ്യൻ്റെയും പ്രത്യേകത, മനുഷ്യനാണോ അവൻ്റെ പ്രത്യേകത, ആരാണോ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് ആ ആധിപത്യം സ്ഥാപിച്ച ആളുകളെ
വലിയ രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുകയും അവരുടെ ലാംഗ്വേജിനെ പുൽകുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലിബിയയിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഇറ്റലി ലാംഗ്വേജ് അറിയാമെങ്കിൽ ലിബിയയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കാരണം ലിബിയയെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഇറ്റലി ആയിരുന്നു. അവർ ഇറ്റലിയെ ഇന്ത്യക്കാരായ ആളുകൾ ഇംഗ്ലീഷിനെ എത്രത്തോളം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുവോ അതുപോലെ സ്വീകരിക്കുന്നുണ്ട് ലിബിയക്കാർ ഇറ്റലിയെ. അതുപോലെ അൾജീരിയ, മൊറോക്കോ, മൗറിത്താനിയ, അതുപോലുള്ള രാഷ്ട്രങ്ങൾ, നൈജർ പോലുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് നമുക്കറിയാമെങ്കിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷിന് കിട്ടുന്ന അതേ സ്വാധീനം അല്ലെങ്കിൽ അതേ ചാൻസ് അവിടെ ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, അറബി ഭാഷ അല്ലെങ്കിൽ അറബി ഭാഷ കൊണ്ടു നടന്നിരുന്ന ആളുകൾ 800 വർഷത്തിൽ പരം ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്നിട്ട് പോലും അറബി ഭാഷ എന്ന് പറയുന്ന ആ ലാംഗ്വേജിനെ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചില്ല. എന്നു മാത്രമല്ല, പ്രാദേശിക ഭാഷകളുമായി ചേർന്ന് നടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അറബിക്കിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അറബി മലയാളം, അറബി പഞ്ചാബി, ഈവൻ ഉറുദു എന്ന് പറയുന്ന ലാംഗ്വേജുകളെല്ലാം അത്തരത്തിൽ അറബി ഭാഷ ഒരിക്കലും ഒരു ഭാഷയെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഭാഷയല്ല, പകരം പ്രാദേശിക ഭാഷകളോടൊപ്പം ചേർന്ന് നടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭാഷയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 പേരും അറബി പഠനത്തിൻ്റെ സാധ്യതകൾ, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ അറബി ഭാഷ എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഉസ്താദ് അതിൻ്റെ പ്രാഥമികമായ ഒരു ഭാഗം സംസാരിച്ചു. തുടർന്നുള്ളവർ അത് എക്സ്പാൻഡ് ചെയ്ത് സംസാരിച്ചു. ഈ അറബി ഭാഷയുടെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നാം പരമ്പരാഗതമായി പഠിക്കുന്ന MSA, അതായത് മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ അറബിക്, ഇത് നമ്മുടെ കരിയറിൽ എത്രത്തോളം ഉപകാരപ്പെടും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കൂടുതലിപ്പോൾ MNCയിലും മറ്റും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഡയലക്റ്റുകളാണ്, ലുഗ ആമിയയാണ്, പൊതുജനം സംസാരിക്കുന്ന ഭാഷയാണ്. എന്നാൽ അത്തരം ഭാഷകളൊന്നും കൂടുതലും നമ്മുടെ അക്കാഡമിക്സിൽ ഉപയോഗപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഡയലക്റ്റുകൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും ഇല്ല. അപ്പോൾ ഈ നാം പഠിക്കുന്ന മോഡേൺ സ്റ്റാൻഡേർഡ് അറബിക്ക് അല്ലെങ്കിൽ ക്ലാസിക്കൽ അറബിക്ക് നമ്മുടെ കരിയറിന് സഹായകമാകുമോ, അത് എത്രത്തോളം സഹായകമാകും, അല്ലെങ്കിൽ മറ്റേതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ വിഷയത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കൽ പഠിക്കണം എന്നത് തന്നെയാണ് ശരി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഷയിലൂടെ നാം ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഫഹ്മുൽ ഖുർആനുൽ കരീം വൽ അഹാദീസ് നബവിയ്യ. ഇതിന് ക്ലാസിക്കൽ അറബി തന്നെ വേണം. ആ ശൈലി നമുക്ക് കൈവിടാൻ പറ്റില്ല. പക്ഷേ അതിനോട് കൂടി ആഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ മോഡേൺ അറബിക്ക് പഠിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കഴിവ് നൽകുന്ന ഒന്നാണ് മോഡേൺ അറബിക്ക്. പുതിയ വേർഡുകൾ, പുതിയ കണ്ടെത്തലുകൾക്കനുസരിച്ചുള്ള അതിനെ സംബോധന ചെയ്യുന്ന വേർഡുകൾ, അത് അതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ഉപകാരപ്പെടുന്ന വേർഡ് എന്ന് വെച്ചാൽ മോഡേൺ അറബിക്കിൽ പുതിയതായി കടന്നു വരുന്ന ആ വേർഡുകളൊക്കെ പഠിക്കുക എന്നതാണ് അതുകൊണ്ട് ആകത്തുക നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡേൺ അറബിക്കും നമ്മൾ ക്ലാസിക്കൽ അറബിക്കും നിലനിർത്തിക്കൊണ്ട് അത് പഠിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ ലുഗ ആമിയ, ഈ ലുഗ ആമിയ പഠിക്കാൻ വേണ്ടി സമയം കളയണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ലുഗ ആമിയ സ്വാഭാവികമായി നാം ചെല്ലുന്ന ഏരിയക്കനുസരിച്ച് നാം പഠിക്കും. ഓരോ ഭാഗത്തും ഓരോ ലഹജകളുണ്ട്. ഇപ്പോൾ UAE പോയാൽ ആ UAE ഒരു ലഹജയുണ്ട്, മിസ്രിൽ പോയാൽ അവിടെ ഒരു ലഹജയുണ്ട്. മിസ്രുമായി ഇടപഴകുമ്പോൾ നാം അറിയാതെ അത് പഠിച്ചു പോകും. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായി നമുക്ക് ലുഗ അറിയുമെങ്കിൽ, അറബി ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങൾ അറിയുമെങ്കിൽ കൃത്യമായി അത് പഠിക്കാൻ പറ്റും. അതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതില്ല. അത് പഠിച്ചു വച്ചാൽ അത് എപ്പോഴും ഓർത്തുകൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞ പഠിക്കേണ്ട എന്നല്ല, പക്ഷേ അതിന് പ്രത്യേക ഫീസ് കൊടുത്തുകൊണ്ട് അതിന് ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് പഠിക്കേണ്ടതല്ല ലുഗ ആമിയ എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. അതിന് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ട്. ലുഗ ആമിയയെ കുറിച്ചുള്ള പുസ്തകങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നത്തിനേക്കാൾ വില കൂടുതൽ എന്ന് വെച്ചാൽ ക്ലാസിക്കൽ അറബിക്കിൻ്റെ പുസ്തകത്തിനേക്കാൾ വില കൂടുതലാണ്. ഇപ്പോൾ ഷാർജയിൽ നടന്ന ബുക്ക് ഫെയർ 26 വർഷമായിട്ട് ആ ബുക്ക് ഫെയർ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളെയാണ്. അപ്പോൾ ഇപ്രാവശ്യം നടന്ന ബുക്ക് ഫെയറിൽ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു വിഷയത്തിൽപ്പെട്ട ഒന്നാണ് ലുഗ ആമിയയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പുസ്തകങ്ങൾക്ക് പോലും വലിയ വിലയാണ്.
അതേസമയം പിന്നെ നമ്മളെ ക്ലാസിക്കൽ ഇത് നഹ്വ്, സർഫ്, അതുപോലെ ബലാഗ ഇതൊക്കെയായി ബന്ധപ്പെട്ട പഴയകാല കിതാബുകൾക്ക് അതിൻ്റെ പകുതി പോലും വിലയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വില കൊടുത്തുകൊണ്ട് ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് പഠിക്കേണ്ട ഒന്നല്ല അമിയ. പക്ഷേ മോഡേൺ അറബിക്ക് പഠിക്കേണ്ടതുണ്ട്. മോഡേൺ അറബിക്ക് നമ്മൾ ശരിക്കും കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ, കൂടെയുണ്ടെങ്കിൽ മാത്രമേ ആധുനിക ലോകത്ത് നമുക്ക് സംവദിക്കാനും നിലവാരമുള്ള രൂപത്തിൽ സംസാരിക്കാനും അതോടൊപ്പം തന്നെ നല്ല ജോലികൾ സമ്പാദിക്കാനും കഴിയൂ എന്നതാണ് വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാനുള്ളത്, ഇപ്പോൾ ദുബൈ ഔക്കാഫ് കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ 25 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ലജ്നത്തിൽ ഇഖ്തിബാറാത്തുമായി ബന്ധപ്പെട്ട് ഞാനുണ്ടായിരുന്നു ഒരു നിശ്ചിത കാലഘട്ടം. എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ അത്തരം മേഖലകൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഹിഫ്ളുണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിരിക്കണം. മുമ്പ് 5 ജുസു മതിയായിരുന്നു ഇമാമിന്, ഇപ്പോൾ 30 ജുസു വേണം. അതേസമയം പിന്നെ അതിന് മുന്നേ 1 ജുസു മതിയായിരുന്നു, ഇപ്പോൾ 15 ജുസു വേണം. തെജ്വീദ് ശരിക്കുണ്ടായിരിക്കണം. നാമമാത്ര തെജ്വീദ് പോരാ, തെജ്വീദ് ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പുതിയ അതുമായി ബന്ധപ്പെട്ട വിവരം, മുഹാദസക്ക് കഴിയണം, സംഭാഷണത്തിന് കഴിയണം, സംസാരിക്കാൻ കഴിയണം എന്നത് കൂടി പുതിയ ഷർത്തുകളിൽ പെടുന്നു. അതുകൊണ്ട് കുറേയൊക്കെ സംസാരിച്ചു പഠിക്കണം. അത് പഠന രീതിയെക്കുറിച്ച് ചർച്ച വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം, എൻ്റേതായ അഭിപ്രായങ്ങൾ. ഏതായിരുന്നാലും സംസാരവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ 30 ജുസ് ഹിഫ്ളുണ്ട്, അതുപോലെ തന്നെ മുഴുവൻ തജ്വീദ് ഖവായിദുകൾ അറിയാം, അതുപോലെ നല്ല ഈണത്തിൽ ഓതാനറിയാം, ഈ കാര്യങ്ങളൊക്കെ കഴിയും. അതുപോലെ മറ്റ് ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതും താരീഖുമായി ബന്ധപ്പെട്ടതും ടെസ്റ്റിലുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇജാബത്ത് നൽകാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും ഇതും കൂടി ഉണ്ടെങ്കിലേ ഒരു ജോലി ആ മേഖലയിൽ പ്രതീക്ഷിക്കാൻ പറ്റൂ എന്നതാണ് വസ്തുത. അയ്യോ, ഉസ്താദ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് സൂചന നൽകിയത്. ഇതിപ്പോൾ ഒരു ചർച്ചയ്ക്കൊരു രസം കിട്ടണമെങ്കിൽ കുറച്ച് വിയോജിപ്പുകളൊക്കെ വേണമെങ്കിൽ ഒരു രസം കിട്ടുള്ളൂ. ഇതൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ അങ്ങനെ പറയാണ്. അപ്പോൾ എനിക്ക് ഇതിനോട് വിയോജിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ കട്ട സപ്പോർട്ടറായതുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. എനിക്കെപ്പോഴും ചർച്ചയിൽ വിയോജിക്കാനാണ് ഇഷ്ടം. അപ്പോഴേ ചർച്ച ഒരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഏതായാലും ചോദ്യകർത്താവിനോട് വിയോജിച്ചുകൊണ്ട് തുടങ്ങാം. അങ്ങനെ ആരോടെങ്കിലും ഒന്ന് വിയോജിക്കുക എന്നുള്ളതാണ് വളരെ, അപ്പോഴല്ലേ ചർച്ച ഒരു രസം കിട്ടുള്ളൂ. അതായത് നമ്മൾ പിന്നെ ഈ അറബി ലഹജകൾ, വ്യത്യസ്ത ലഹജകളുണ്ട്, അതുപോലെ ആമിയായ ഭാഷ സംസാര രീതികളുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ കുട്ടികളെ ഇതിൻ്റെലേക്കൊക്കെ നമ്മൾ അവെയർ ആക്കി അങ്ങനെ പിന്നെ ഒരു വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിക്കപ്പെടേണ്ട കാര്യമാണോ എന്നതൊരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ ഏതൊരു വിഷയം, ഇപ്പോൾ നമ്മൾ മുത്താലിമികളാണ് ഇപ്പോൾ നമ്മൾ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ, നേരത്തെ സാറ് പറഞ്ഞ പോലെ ഏതൊരു ഭാഷയും എന്തിനു പഠിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഒരു പിന്നെ ഡിഗ്രി അല്ലെങ്കിൽ PG ലെവലിലൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് കസ്ബുൽ മാൽ തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ഒരു പള്ളി ദർസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ദഅവാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനവുമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ അറബി ഭാഷയിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ പിന്നെ കൃതികളിലുള്ള അവൻ്റെ അവഗാഹം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അവൻ നല്ലൊരു ആലിമാവുക, ദാഴിയാവുക എന്നുള്ളതാണ്. ഒരു ആലിമും ദാഴിയും ആകണമെന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും പരമ്പരാഗതമായ രീതിയിൽ ഈ ലമീർ, താല്ലുക്ക്, തർക്കീബ്, ഇറാബ് എന്നൊക്കെ പറയുന്ന നമ്മൾ പഠിക്കുന്ന ഇതൊക്കെ വെച്ചുകൊണ്ട് ഒന്നും കൂടി ഒരു ക്ലീഷയിൽ പറഞ്ഞാൽ ചൊറിഞ്ഞ് മാന്തി പഠിച്ചാൽ തന്നെയാണ് അത് അതിൻ്റെ ഒരു ലെവലിലെത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകളില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ എല്ലാവർക്കും മോഡേൺ അറബി പഠിക്കണം, പിന്നെ ലഹജകൾ പഠിക്കണം, മറ്റു ലാംഗ്വേജുകൾ പഠിക്കണം, പിന്നെ എല്ലാം പഠിക്കണം. അപ്പോൾ അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. അതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും അഹമ്മുൽ മുഹിമ്മായ ഈ സംഗതി ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നു, പലപ്പോഴും അതിന് ശോഷണം സംഭവിക്കുകയും അത് ഉള്ള ഒരു പൊന്മള ഉസ്താദ് അടുത്ത ഒരു ജനറേഷന് എവിടെ എന്നൊരു ചോദ്യം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കമ്മി നമുക്ക് അനുഭവപ്പെടുന്നു. മറ്റുള്ളതിന് എമ്പാടും ആളുകളുണ്ട്. അതിന് ഇപ്പോൾ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പിന്നെ കിതാബ് രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ മതരംഗത്തൊന്നും ഇല്ലാത്തതിൻ്റെ ഒരുപാട് ആളുകൾ അറബി ധാരാളമായി പഠിക്കുകയും അവർ ലക്ഷക്കണക്കിന് ശമ്പളമൊക്കെ വാങ്ങുന്നുണ്ട്. പക്ഷേ മെയിൻലി നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈ രൂപത്തിൽ ആ കിതാബിൻ്റെ
അന്തരാളങ്ങളിൽ നിന്ന് അതിൻ്റെ ആ ഗഹനമായ വിഷയങ്ങളെ വളരെ പാറ ചേറാക്കുക എന്നാണ് നമ്മൾ ഉസ്താദ്മാരുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ പാറയെ ചേറാക്കുന്ന രൂപത്തിലുള്ളൊരു പഠന രീതിയുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. അതിന് ഒരു ഭംഗം വരുത്തരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ സംഗതികൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് വേണ്ടേ എന്നൊരു വിഷയമുണ്ട്. ഇപ്പോൾ പഴയ മാതിരിയല്ല, നമ്മൾ പുതിയ ഒരു ലോകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എന്ത് വേണ്ടി വരും, പിന്നെ ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അന്യഭാഷകൾ അറിയേണ്ടി വരും. അതുപോലെ തന്നെ അറബികളായ ആളുകൾക്ക് നമുക്ക് ക്ലാസ് എടുക്കണം. ഇപ്പോൾ റഷീദ് ഉസ്താദ് ക്ലാസ് എടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ വളരെ നമ്മളെക്കാളും കൂടുതൽ വളരെ യാഥാസ്ഥികമായിട്ടാണ് ഉസ്താദ് പല വിഷയങ്ങളിലും ഉസ്താദിൻ്റെ നിലപാടുകളുള്ളത്. പക്ഷേ അത് മുഖ്തസർ അതുപോലെയുള്ള കിതാബുകളൊക്കെയാണ് ഉസ്താദ് ക്ലാസ് എടുക്കുന്നത്. അത് കേൾക്കാൻ വേണ്ടി അവരുടെ അറബികളെ വളരെ കാത് കൂർപ്പിച്ച് അവിടെ ഇരിക്കുക. അവർ പറയുന്നത് ഹാദിഹി ബിളാഅത്തുൻ റുദ്ദത്തി ഇലൈന എന്ന് പറഞ്ഞില്ലേ, നമ്മളെടുത്തുനിന്ന് നഷ്ടപ്പെട്ടത് ഇപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് വേറെ ആൾ കൊണ്ടു തരുന്നത്. കാരണം ഇത് മുമ്പത്തെ ഒരു രീതി അങ്ങനെയായിരുന്നു. അസ്ഹറിലൊക്കെ പഠന രീതി അഹമ്മദ് അമീൻ്റെ ഹയാത്തിയിലൊക്കെ അദ്ദേഹം വളരെ മനോഹരമായി പറയുന്നുണ്ട്. നമ്മളൊക്കെ പഠിച്ചിരുന്ന തെർക്കീബും ഏറാബും ഒക്കെ വെച്ച് പഠിച്ചിരുന്ന അതേ രീതിയിലായിരുന്നു അവിടെയൊക്കെ പഠിച്ചിരുന്നത്. അതൊക്കെ വിട്ട് അവർ പുതിയ മെത്തേഡുകളും രീതികളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഈ തുറാസിയായ ഒരു സാധനം നഷ്ടപ്പെടുകയും അവർ ഇതൊക്കെ കിട്ടാൻ വേണ്ടി കേരളീയതായ പണ്ഡിതരുടെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കേണ്ടി വരികയും ചെയ്തു എന്നതാണ്. അപ്പോൾ അത് ഭാഷ വേണം, അതിന് ഫുസ്ഹയായ അറബി ഉണ്ടായാലും മതി. ഇനി ഉസ്താദ് പറഞ്ഞ പോലെ മോഡേൺ അറബി അത് നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ ഇപ്പോൾ പത്രങ്ങളിലും നിന്നൊക്കെ ലേഖനമൊക്കെ എഴുതണമെങ്കിൽ അതും വേണ്ടി വരും. അതിനൊന്നും എന്ത് ചെയ്യേണ്ടതാ, കുറേ ടൈം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടതില്ല എന്നതാണ്. വേണം, അത് ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഇതിൻ്റെ കൂടെ നടക്കട്ടെ. എങ്കിലും നമ്മുടെ മെയിൻ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം, ഈ പറയുന്ന കിതാബിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിനെ ചർവണം ചെയ്ത് അത് പിന്നെ മുഹാവറകളും മുഹാദസകളും ചെയ്ത് മുനാക്കശകൾ നടത്തി അത് തഹരീറാക്കുന്നൊരു രീതി അത് നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നു, മോഹിക്കും. അല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ പിന്നെ കുട്ടികളുടെ ഒരു മനോഗതിയെ കൊണ്ടുപോകരുത് എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ അറബി ഭാഷയിൽ നമുക്ക് ചെമ്മീൻ അറബി ഭാഷയിൽ മലയാളത്തിൽ പിന്നെ അറബി ലഭിക്കും. അതുപോലെ എന്താ പറയുക, ഒരു സങ്കീർത്തനം പോലെ അറബി ലഭിക്കും, ആടുജീവിതം അറബി ലഭിക്കും. അങ്ങനെയുള്ള അതിന് ഇപ്പോൾ നമ്മൾ 8 കൊല്ലം 10 കൊല്ലം കിതാബ് ഓതേണ്ട ആവശ്യമില്ലല്ലോ എന്നതാണ് നമ്മളൊരു ചോദ്യം. സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഏതായാലും യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലുള്ള അറബി ഭാഷാ പഠനം എന്ന് പറഞ്ഞത് മതപഠനം ലക്ഷ്യം വെച്ചുള്ള ഒരു പഠനമായിരിക്കില്ലല്ലോ. അപ്പോൾ ആ നിലക്ക് ഈ ചോദ്യത്തെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. ഞാനൊരു മതപഠന സ്ഥാപനത്തിൽ പഠിച്ച ആളും മുഖത്തസറും മുതലും കഴിഞ്ഞ ആളെന്നുള്ള നിലയിൽ അതിനെ കളഞ്ഞുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മോഡേൺ പഠന രീതി ഓക്കെ, പക്ഷേ ഈ ലഹിജ പഠിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ അതേ അഭിപ്രായമാണ്. അങ്ങനെ ലഹിജ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് രാജ്യത്ത് പോയാലും ഫുസ്ഹ ലാംഗ്വേജ് ഫുസ്ഹ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര ആമീനോടൊപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റും. അവർ ആമി സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ചോദിച്ചാൽ മതി, ഫുസ്ഹ സംസാരിക്കാമോ എന്നൊന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും അവർ തിരിച്ച് ഫുസ്ഹ സംസാരിക്കും. അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. എൻ്റെ അനുഭവം വെച്ച് പല രാഷ്ട്രങ്ങളും സന്ദർശിക്കാൻ അവസരം കിട്ടിയ ആളെന്നുള്ള നിലയിൽ പല പിന്നെ സാദാ സീതാ കടകളിലൊക്കെ കയറിയിട്ട്, അതായത് അവർ അധിക വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകളായിട്ട് പോലും കടകളിൽ കയറിയിട്ട് സംസാരിക്കുമ്പോൾ അവരോട് ഫുസ്ഹ സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ നന്നായിട്ട് അവർ ഫുസ്ഹ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുസ്ഹ ഒരു ആമി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഹസനുസാദ് പറഞ്ഞതിനോടൊപ്പം ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ദർസിലേക്ക് വരുന്ന വിദ്യാർത്ഥികളിൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും അല്ലെ ആ 2-3 വർഷത്തിനുള്ളിൽ അവരിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അവരെന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് അവർ ഫോക്കസ് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഏകദേശം ഉസ്താദന്മാർക്ക് അറിയാൻ സാധിക്കും. ചില ആളുകൾ കൃത്യമായിട്ടും ദാഇ രംഗത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാച്ച് ഉണ്ടാകും. അവരെ ഹസൻ ഉസ്താദ് പറഞ്ഞ മോഡലിൽ ആ കാര്യത്തിന് തന്നെ ഫോക്കസ് ചെയ്തിട്ട് അവരെ ഒരു ബാച്ചായിട്ട് മാറ്റുക. അതായത് എൻ്റെ അഭിപ്രായം ഒരു 2ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ ബുഖാരി കോളേജിൽ 2ആയിട്ട് തിരിക്കാം. ഒന്ന് ദഅവത്ത് രംഗത്ത് നിൽക്കുന്ന ദഅവ കോളേജ്, മറ്റൊന്ന്
മോഡേൺ രീതിയിലുള്ള അറബി ഭാഷ, അതായത് ഖിസ്മുൽ ലുഗൽ അറബിയാന്നോ അങ്ങനെ വേറെ എന്തെങ്കിലും വാദാബിയാന്നോ എന്തെങ്കിലും പേര് കൊടുത്തിട്ട് അങ്ങനെ ഒരു സെഷനായിട്ട് തിരിക്കുക. ആ സെഷനിൽ ഈ പറഞ്ഞതുപോലെ മോഡേൺ ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ ഇവിടുത്തെ സിലബസ് നമ്മുടെ ഇവിടെ പഠിക്കുന്നതിന് വിദ്യാർത്ഥികളോട് പലരോടും ചോദിച്ചു. പക്ഷേ അവരുടെ PDF സിലബസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും നന്നായിട്ടുള്ളത് അത്തരത്തിൽ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറബികൾ എഴുതിയ ഗ്രന്ഥത്തെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ലാംഗ്വേജ് എടുക്കുമ്പോൾ അല്ലാതെ ദഅവത്ത് ഗ്രന്ഥങ്ങളല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഫത്ഹുൽ മൊയ്ൻ പഠിക്കാൻ ഉള്ളതിന് പകരം മറ്റേതെങ്കിലും മോഡേൺ പുസ്തകം എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു അറബി എഴുതിയ പുസ്തകം എടുക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ലാംഗ്വേജ് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് മുൻതൂക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ആ സിലബസിനകത്ത് അത്തരത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കണം. എനിക്കൊന്ന് സമയം ഏകദേശം കഴിയാൻ പോകുന്നു തോന്നുന്നല്ലേ. ഈ പഴയ കാലഘട്ടത്തിൽ അൽ മബാദിഉൽ അഷറ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഉസ്താദുമാർ, ഞാൻ ഉസ്താദുമാരെ പറയാല്ല, ഒരു വിഷയം തുടങ്ങുന്നതിന് മുമ്പേ ആ അൽ മബാദിഉൽ അഷറ പറയാറുണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാറുണ്ട് എന്ന വിഷയത്തിനകത്ത് എനിക്കൊരു ഡൗട്ടുണ്ട്. അതങ്ങനെയല്ല വേണ്ടത്. ആ മബാദിഉൽ അഷറ തീർച്ചയായിട്ടും പറയുകയും, പിന്നെ നമ്മൾ ഈ പഴയ ട്രഡീഷണൽ മെത്തേഡിനകത്തുള്ള ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് എല്ലാം ഉസ്താദുമാർ തന്നെ പഠിച്ചിട്ട് വന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് മാറണം. പകരം ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉസ്താദ് പറഞ്ഞാൽ മുഖ്തസർ തുടങ്ങുകയാണ്. അപ്പോൾ ഈ മുഖ്തസറിൻ്റെ മബാദിഉൽ അഷ്റ ഏതാണ് എന്ന് ആ ബാച്ചിലുള്ള സ്റ്റുഡൻസിനോട് നോക്കാൻ പറയണം. എന്നിട്ട് അവർ പലയിടത്തുനിന്ന് നോക്കി കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഞാൻ മുഖ്തസർ എന്ന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞാണ്. അത് ഏത് ഗ്രന്ഥമാണെങ്കിലും, ഇപ്പോൾ ആദ്യമായിട്ട് നഫായിസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ മന്തിക്ക് തുടങ്ങുകയാണ്, ആ സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് സെപ്പറേറ്റ് എഴുതിപ്പിക്കണം. അങ്ങനെ കുറേ വർക്കുകൾ കുട്ടികളെ കൊണ്ടുകൂടി ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗ്രന്ഥങ്ങൾ നോക്കാനും മുത്താല ചെയ്യാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കിട്ടും. എല്ലാ ഉസ്താദുമാരും നോക്കി വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് അൽ മബാദിഉൽ അഷ്റ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വന്യരായ പിന്നെ മുസന്നിഫീങ്ങൾ, സൂഫികളായ മുസന്നിഫീങ്ങൾ എഴുതി വയ്ക്കുകയും പറയുകയും പറഞ്ഞു പോവുകയൊക്കെ ചെയ്ത സംഗതിയാണ്. അത് ഇപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് ഏകദേശം ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷമേ ആകുന്നുള്ളൂ. UGC OBE എന്ന് പറയുന്ന ഔട്ട്കം ബേസ്ഡ് സിലബസ് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ വിദ്യാഭ്യാസം നടത്തേണ്ടതെന്ന് തീരുമാനമെടുത്തിട്ട് ഏകദേശം 2 വർഷമേ ആകുന്നുള്ളൂ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുറച്ച് മുന്നേ വന്നു. പക്ഷേ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ നഹവ് പഠിക്കുന്നു, നഹവുൽ അറബി പഠിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് കിട്ടേണ്ടുന്ന ഔട്ട്കം? ആ കുട്ടി മുബത്തദ ഖബർ, ഒരു ഉദാഹരണം, ഒരു നോമിനൽ സെൻറ്റൻസ് പഠിച്ചാൽ, ഒരു ജുംല ഇസ്മിയ പഠിച്ചാൽ അവന് മുബത്തദ കണ്ടാൽ തിരിച്ചറിയാം, അവന് ഖബർ കണ്ടാൽ തിരിച്ചറിയാം. മുബത്തദയും ഖബറും കാണുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മുബത്തദയും ഖബറും 2 രൂപത്തിൽ കൊടുത്തിരുന്നാൽ അതിനെ എടുത്ത് സംയോജിപ്പിച്ചുകൊണ്ട് മുബത്തദ ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഔട്ട്കമ്മുകളെല്ലാം ഇപ്പോൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ മോഡേൺ പിന്നെ എഡ്യൂക്കേഷൻ രീതിയിൽ. എന്നാൽ ഇതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ ഗായ എന്ന പേരിൽ, ഹദഫ് എന്ന പേരിൽ മബാദിഉൽ അഷ്റ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. അപ്പോൾ ആ സംഗതികൾ നമ്മൾ ഒഴിവാക്കി വിട്ട സംഗതികളെ വീണ്ടും വീണ്ടെടുത്തുകൊണ്ട് ഇത്തരത്തിൽ മോഡേൺ ആയിട്ടുള്ള സംഗതികളോടൊപ്പം യോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാറ് പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങളോട് പ്രതികരിക്കണം. ഒന്ന്, പിന്നെ നമ്മുടെ 2 സ്ട്രീമാക്കി മാറ്റണം എന്ന് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ 3 സ്ട്രീമാക്കി മാറ്റണം എന്നാണ്. ഞാനത് ജാമ്യയിൽ കുറേ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ഒരു പിന്നെ അക്കാഡമിക് ഇയറിലെങ്കിലും +2 കഴിഞ്ഞാൽ ഇനി 3 സ്ട്രീമാക്കി നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ, സിലബസിനെ പരിഷ്കരിക്കണമെന്ന ചർച്ച ഏറെക്കുറെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത്, ഒന്ന് സാറ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു, നല്ല ഡെപ്തുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന, അവർ നേരത്തെ ഞാൻ പറഞ്ഞ അതേ രൂപത്തിലാണ് അവരുടെ പഠനം മുന്നോട്ട് പോകും. മറ്റൊരു ടീം അത്ര തന്നെ, അതായത് ഈ പറഞ്ഞതുപോലെ മന്ദിക്കും പിന്നെ മാനിയിലെ ഇപ്പോൾ മുഖ്തസർ പോലെയുള്ള കിതാബുകൾ, അതിസൂക്ഷ്മമായ ഈ പഠനങ്ങൾ, അതുപോലെയുള്ള
വളരെ കോംപ്ലിക്കേറ്റായ രീതിയിലുള്ള പഠനങ്ങൾ മാറ്റിയിട്ട് കൂടുതൽ സമൂഹത്തിനോട് സംവദിക്കുന്ന ഖത്തീബുമാർ, അതുപോലെ തന്നെ പ്രഭാഷകർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ അത്യാവശ്യം അവർക്ക് ഖുർആനിലെ ഹദീസിലെ കാര്യങ്ങൾ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഭാഷാപരമായ വിഷയങ്ങളിൽ കുറച്ചും കൂടി കൂടുതൽ ആക്സസ് നൽകിക്കൊണ്ട് ഉള്ള ഒരു സംഭവമാണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമല്ലാത്ത കുട്ടികളുണ്ടാവും, അതായത് അവർക്ക് കൂടുതൽ അക്കാഡമിക് വിഷയങ്ങളിലായിരിക്കും താല്പര്യം. അതായത് പിന്നെ പ്രത്യേകിച്ചും പിന്നെ ചിലർക്ക് എക്കണോമിക്സിൽ താല്പര്യം ഉണ്ടാവും, ചിലർ സോഷ്യോളജിയിൽ താല്പര്യം ഉണ്ടാവും. അങ്ങനെ അവർക്ക് വല്ല പ്രൊഫസർമാരോ ഒക്കെ ആകാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കാനൊക്കെ താല്പര്യം. അവർക്ക് വളരെ കുറഞ്ഞ രൂപത്തിൽ പിന്നെ ഒരു മിനിമം ലെവലിലുള്ള ഒരു വൈജ്ഞാനികമായ ഫിഖ്ഹും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു രീതിയാണ്. ഇതിൽ നമുക്ക് ഈ 3 രീതിയാണെങ്കിലും പിന്നെ നേരത്തെ സാറ് പറഞ്ഞൊരു വിഷയം, അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്ന് പറയാതിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ദർസുകളുടെയൊക്കെ ഒരു പോരായ്മ എന്ന രൂപത്തിൽ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് പിന്നെ ഉസ്താദിനെ ഒരു ഇൻഫർമേഷൻ മോങ്കർ ആയിട്ട് അവതരിപ്പിക്കുക. എല്ലാവരും ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആൾ എന്നതിൽ നിന്ന് കുട്ടികളിലുള്ള ഒരു പിന്നെ പഠനപരമായ അന്വേഷണാത്മകമായ ഒരു സാധനത്തെ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ സജീവമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം വേണം. അത് സംഭവം നമ്മുടെ കിതാബിലൊക്കെ നവീമാവ് തന്നെയും അവിടുത്തെ മിൻഹാജിൻ്റെ തുടക്കത്തിലൊക്കെ തന്നെയും ഇക്കാര്യത്തിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഈ അസൈൻമെൻറ്റുകൾ അതേപോലെ തന്നെ പ്രൊജക്റ്റുകൾ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന കാര്യം അന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഒരു പാരമ്പര്യം അങ്ങനെ തന്നെയാണല്ലോ. ശരിക്ക് മുഹറർ വരുന്നു, അതിനെ നവീമാമ് മിൻഹാജാക്കി അതിനെ ചുരുക്കുന്നു, അതിനെ പിന്നീട് പിന്നെ മഹല്ലിയും അതുപോലെ തന്നെ ഇബ്നു ഹജർ ഹൈത്തമി ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, അതിനെ വികസിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പിന്നെ നഖ്തുകളുടെ തഹരീറുകളുടെ അങ്ങനെയുള്ള ഒരു വല്ലാത്ത നിരൂപണങ്ങളുടെ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. ആ രൂപത്തിലുള്ള ഒരു സംഭവം തന്നെ. പക്ഷേ അത് എവിടെയോ വെച്ച് നിലച്ചുപോയോ എന്ന് അറിയില്ല. നേരത്തെ പറഞ്ഞതിലും തന്നെ ഈ നമുക്ക് മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. അത് വേറൊരു കാര്യം, അതായത് നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്ന ഒരു ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെ വളരെയധികം നമ്മൾ ഇഴകീറി പഠിക്കണമെന്ന് പറയുമ്പോഴും മോഡ് ഓഫ് നമ്മുടെ എന്താ പറയുക വിഷയം എങ്ങനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. അത് അറബിയിലാകുന്നതിന് നമുക്ക് എതിരില്ല എന്ന് മാത്രമല്ല, ആ ഒരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം എന്നതാണ്. അതൊരു അനിവാര്യമായ സംഗതിയാണ്. ആ രീതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയൊരു മാറ്റവും വിപ്ലവവും ഈ രംഗത്തുണ്ടാകും. അത് എവിടെയോ നമുക്ക് ഇടയ്ക്ക് നഷ്ടപ്പെട്ടൊരു സാധനമാണ്. അതൊരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് അതിനെ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും അതിന് ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ദർസുകളിലോ ദവാ കോളേജുകളിലോ ഒരു പോരായ്മ മാത്രമല്ല, മറ്റ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ അറബി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോലും അറബി മീഡിയം ഉപയോഗിക്കപ്പെടുന്നില്ല മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട്. പക്ഷെ താരതമ്യേന അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് കാരണം അവർ അറബിയെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടൊന്നും പഠിക്കാതിരുന്നിട്ട് പോലും ഒരു PG വിദ്യാർത്ഥിയോ ഡിഗ്രി വിദ്യാർത്ഥിയോ പറയുന്ന അത്ര പോലും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല. ഒരു ദഅ്വാ കോളേജിലുണ്ടായിരിക്കാം, അതിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു നവജാഗരണത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും ദർസിൽ നിന്നൊക്കെ വരുന്ന അതിൻ്റെ കിതാബീയമായ ചില സംഗതികളോ അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന് വൊക്കാബുലറിയുടെ ഒരു കുറവ്, പ്രത്യേകിച്ച് ഉദാഹരണങ്ങളുടെ ഒരു പരിമിതി, അത് ഒരു TG ഗ്രാമർ സിസ്റ്റം നമ്മൾ പിന്നെ ഒരു ട്രഡീഷണൽ ഗ്രാമർ മെത്തേഡ് നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ അതിൽ നിന്നും കുറച്ചും കൂടി ഡയറക്റ്റ് മെത്തേഡിലേക്ക് മാറിയിട്ട് നമുക്ക് ഈ വിഷയത്തിൽ ചില പരിഷ്കരണങ്ങളൊക്കെ ആവാം. പക്ഷേ നമ്മൾ പറയുന്ന ഇതിനെ വളരെ സ്ട്രക്ചറൽ അനാലിസിസ് എന്തായിരുന്നാലും ഇവിടെ നടക്കേണ്ടതുണ്ട്. അതിനെ ടെക്സ്റ്റിനെ വിട്ടുകൊണ്ടുള്ള കളി പാടില്ല. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭാഷാപരമായ ഉപയോഗങ്ങളിലും ചില പരിഷ്കരണങ്ങൾ തീർച്ചയായും ആവശ്യമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ നിലവിലുള്ള അവസ്ഥ. ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പോൾ ഈ ദഅ്വാ കോളേജുകളിൽ ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ക്ലാസിക്കൽ കൃതികൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ മോഡേൺ ആയിട്ടുള്ള ഇപ്പോൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു കുട്ടി അതെല്ലാം പിന്നെ രീതികൾ ഏതെല്ലാം സാധനങ്ങൾ അവൻ്റെ സംസാരത്തിൽ വരും. ഒരു സ്ഥലത്ത് പോയി ഇൻഫർമേഷൻ ചോദിക്കുമ്പോൾ, അതുപോലെ ആശുപത്രിയിൽ പോയി സംസാരിക്കുമ്പോൾ
റെയിൽവേയിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ട്രാവൽ ഓഫ് അറബിക് ഫോർ ട്രാവലേഴ്സ് എന്നൊക്കെ പറയുന്ന പല ഗ്രന്ഥങ്ങളും അവൈലബിളാണ്. പക്ഷെ അത് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി, ഇപ്പോൾ ഇടയ്ക്ക് ഇതിനകത്ത് വരുന്ന ഒരു പോയിൻ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു പോയിൻ്റ്, പരീക്ഷ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് കുട്ടികൾക്കൊരു അരോചകമല്ലേ എന്നുള്ളതാണ്. പഴയ ദറസി സിസ്റ്റത്തിലൊന്നും പരീക്ഷ ഇല്ലായിരുന്നു, പക്ഷേ ആളുകളൊക്കെ പഠിച്ചല്ലോ എന്ന് പറയുന്നതാണ്. അങ്ങനെയല്ല, പഠിക്കുന്നത് ഒരു മാസം പഠിച്ച ഒരു കാര്യത്തെ ആ കുട്ടിയോട് പരീക്ഷ നടത്തുക തന്നെ വേണം. അങ്ങനെ അതാണ് നമ്മളിപ്പോൾ പല ഉസ്താദന്മാരുടെയും മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോകുമ്പോൾ അവൻ ഒരു മാസം എത്തുമ്പോൾ മാസ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നടക്കാറുണ്ട്. ആ മാസപരീക്ഷ എന്തുകൊണ്ട് നമ്മുടെ ദറസുകളിൽ നടത്താതിരിക്കുന്നു? നടത്തുക തന്നെ വേണം. അങ്ങനെ ആവർത്തിച്ച് പരീക്ഷ നടത്തണം. ഞാൻ പരീക്ഷയെ ഫോക്കസ് ചെയ്യല്ല പറയുന്നത്. അങ്ങനെ ഈ ഇത്തരത്തിലുള്ള അറബിക് ഫോർ ട്രാവലേഴ്സ് പോലുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിച്ചതിന് ശേഷം 6 മാസം കൂടുമ്പോൾ ഔട്ട്സൈഡിൽ നിന്ന്, ഇൻസൈഡിൽ നിന്നല്ല, ഔട്ട്സൈഡിൽ നിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന്, അത് മറ്റ് അറബി കോളേജുകളെ ദൈവത്തിൻ്റെ കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരെ കൊണ്ടുവന്നിട്ട് ഈ കുട്ടികളോട് സംസാരശേഷിയിലുള്ള കഴിവ് വിലയിരുത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ MG സർവകലാശാലയുടെ കീഴിലുള്ള മഹാരാജാസ് കോളേജിൻ്റെ സിലബസ് പരിഷ്കരണം നടക്കുകയുണ്ടായി. അവിടെ 2 സബ്ജക്റ്റ് അൽ അറബിയ ലിൽ ഹയാത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് വെക്കുകയും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും വെക്കുകയും കുട്ടികളെ ക്ലാസ്സിൽ സംസാരിപ്പിക്കുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിതിൻ്റെ പരീക്ഷ എങ്ങനെയാണ് നടത്തുന്നത്? റിട്ടേൺ എക്സാം. ഞാൻ പറഞ്ഞു, റിട്ടേൺ എക്സാം നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം കുട്ടികൾ സംസാരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്കമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നത് എഴുത്ത് പരീക്ഷയാണോ? അതാണെങ്കിൽ എങ്ങനെ നടക്കും? അവസാനം കുറേ ഡിസ്കഷൻ എല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മാഷ്, അവിടുത്തെ തന്നെയുള്ള ഒരു മാഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ ഇൻറ്റേണൽ ആക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഇൻറ്റേണൽ ആക്കിയാൽ കുട്ടികൾ വന്ന് വരട്ടും അധ്യാപകരെ. ഇവിടെ നമ്മുടെ ദേവത്തെ കോളേജിൽ ആ രംഗം നടക്കൂല, പക്ഷെ ഞാൻ പറഞ്ഞത് അവിടെ കുട്ടികൾ അധ്യാപകർ വന്ന് വരട്ടിയിട്ട് അവരെന്ത് ചെയ്യും, മാർക്കിട്ട് വാങ്ങിക്കൊണ്ട് പോകും. അവസാനം നമ്മൾ ഉദ്ദേശിച്ച ആ സബ്ജക്റ്റ് വെച്ചത് കൊണ്ടുള്ള ഉദ്ദേശം നടക്കാതെ പോകും. ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള മോഡേൺ സബ്ജക്റ്റ് ഏതെങ്കിലും 1-2 പുസ്തകങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിക്കുകയും അടുത്തുള്ള ദേവാ കോളേജുകളിലുള്ള അധ്യാപകരെ, നമുക്കറിയാം കഴിവുള്ള അധ്യാപകരെയൊക്കെ നമുക്കറിയാം, അത്തരം അധ്യാപകരെ അല്ലെങ്കിൽ നമ്മളെ തന്നെ ദേവാ കോളേജിലുള്ള കഴിവുള്ള അധ്യാപകരെ വെച്ചിട്ട് 2 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ആയിട്ട് അതിൻ്റെ വാചാ പരീക്ഷ നടത്തുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള തവാസുലേക്ക് ഒരു പരിഹാരമാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഡ് ചെയ്യാനുള്ളത്. ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം, നമ്മളെ നിലവിലുണ്ടായിരുന്ന അവസ്ഥ, കഴിഞ്ഞു പോയ അവസ്ഥയും നിലവിലുള്ള അവസ്ഥയും തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെറിയ നിലക്കും നല്ലതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പല ആലിമ്യങ്ങളായിട്ടും ബന്ധം പല രൂപത്തിൽ ഒഫീഷ്യലായിട്ടുണ്ടാവേണ്ടി വരാറുണ്ട്. അങ്ങനെ 2 പ്രമുഖരായ ആളുകൾ, ഇന്ന ആളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളല്ല, പിന്നെ അവരുടെ പുസ്തകങ്ങൾ, അറബിയിലുള്ള ഗ്രന്ഥങ്ങൾ അവിടുത്തെ ചില സംവിധാനങ്ങളിലൂടെ പ്രസിദ്ധീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എത്തിച്ചു. അങ്ങനെ ചില നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ കഴിയുന്ന വിഷയമാണ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെ ഈ ലാസ്റ്റ് വന്ന ഈ 2 പുസ്തകങ്ങൾ 2 വ്യക്തികളുടേതാണ്, 2 സമയത്ത് വന്നതാണ്. ഞാൻ അതിൻ്റെ ലജ്നയിലേക്ക് അയച്ചു, ഒഫീഷ്യൽ റൂട്ടിലൂടെ അയച്ചപ്പോൾ അവരെനിക്ക് തന്ന മറുപടി ഇത് തീരെ ഭാഷാപരമായി നിലവാരമില്ല എന്നതാണ്. ആശയമുണ്ട്, ഭാഷാപരമായി നിലവാരമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. അതേസമയം അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കണം, പിന്നെ അതോടൊപ്പം ആഡ് ചെയ്യാനുള്ള മറ്റൊരു വിഷയം, ഇപ്പോൾ ഞങ്ങൾ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ ഈ ലെറ്റർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ പരസ്പരം സംസാരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റം ചെയ്യലുമുണ്ട് ആശയങ്ങൾ. അപ്പോൾ ഈ പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ, ഈ രൂപത്തിലുള്ള തർക്കങ്ങൾ, വൈജ്ഞാനിക തർക്കങ്ങൾ, ഭാഷാപരമായ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ പഴയ ഓർമ്മയിൽ നിന്ന് അൽഫിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലുള്ള വരികളാണ്ട് ചൊല്ലി കൊടുത്തിട്ട് അതിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു അന്തസ്സുണ്ട്, അവരെനിക്ക് തരുന്ന ഒരു പ്രത്യേകമായ റെസ്പെക്റ്റ് ഉണ്ട്. അത് പിന്നീട് ഒരുപാട് കാലം വരുന്നവരെ നിലനിന്നു. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഫുസ്ഹ അറബിക്ക് ഉള്ള ആ ഇസ്സത്ത് അത് ഇന്നും എല്ലാ സമൂഹത്തിലുമുണ്ട്. ഇന്ന് കോമൺ പൊതുസമൂഹം, അറബി പൊതുസമൂഹം എന്ന് പറയുന്നത് അറബി ഭാഷയെ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു വസ്തുതയാണ്. അവർ പിന്നെ അറബി ഇംഗ്ലീഷിലും മറ്റൊക്കെയാണ് അവർ ഇസ്സത്ത് കാണുന്നത്. അറബി ഭാഷയെ അവർ കൈയൊഴിയുന്ന നല്ലൊരു വിഭാഗം, എല്ലാവരെ കുറിച്ചല്ലേ പറഞ്ഞത്, ഇതൊക്കെ മറുവശമുണ്ട്.
അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും അവർക്കും നമ്മൾ ഒരു അനറബിയായ ഒരാൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് ശരിയായ കൃത്യമായ ദലീലോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നൽകുന്ന റെസ്പെക്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതൊന്ന്. രണ്ടാമത്തത് നമ്മുടെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ രണ്ടാമൻ സാനി, അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ ഫത്ഹുൽ മുഈൻ. ഈ ഫത്ഹുൽ മുഈന് അറബ് ലോകത്ത് ഒറ്റപ്പെട്ട ചില ലൈബ്രറികളിൽ, ഈജിപ്തിലെ ലൈബ്രറിയിൽ മറ്റൊക്കെ പഴയ പ്രിൻറ്റുകൾ നമുക്ക് കാണാമായിരുന്നു. ഇതായിരുന്നു ഒരു 10-25 കൊല്ലം മുന്നത്തെ ഗൾഫ് ലോകത്ത് കറങ്ങുമ്പോൾ കാണുന്ന സ്ഥിതി. പക്ഷേ ഒരു 15-18 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഷാർജയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബുക്ക് ഫെയറിൽ ഒരു നാസിർ, അഥവാ ലെബനാനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു നാസിർ, ഒരു പബ്ലിഷർ ഫത്ഹുൽ മുഈൻ്റെ ഒരു പ്രതി പ്രിൻ്റ് ചെയ്തിട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചു. ഞാൻ ആ പ്രതി അന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടത്. പിന്നീട് ഓരോ വർഷം കൂടുമ്പോഴും അതിന് എണ്ണം കൂടി വന്നു. അതിൻ്റെ തഅലീഖാത്തുകളുള്ളത്, അതുപോലെ ശറഹുള്ളത്, അതുപോലെ തന്നെ ഹാഷിയ ഉള്ളത്, ഇങ്ങനെ പല രൂപത്തിലായിക്കൊണ്ടും അതിന് അസ് മാത്രമായിക്കൊണ്ടൊക്കെ അത് വന്നു. ഇപ്രാവശ്യം ഈ മാസങ്ങൾക്ക് മുമ്പ് ഈ നവംബർ 1 മുതൽ 13 വരെ നടന്ന ബുക്ക് ഫെയറിൽ ഏതാണ്ട് ഞാൻ എണ്ണിയത് 13 പബ്ലിഷേഴ്സ് ഈ ഫത്ഹുൽ മുഈൻ്റെ വിവിധങ്ങളായ രൂപത്തിലുള്ള പ്രിൻ്റ് ചെയ്ത് വിൽപ്പനയ്ക്ക് വെക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആശയസമ്പുഷ്ടത മാത്രം പോരാ, ആശയസമ്പുഷ്ടതയും ഭാഷാപരമായ മികവും ഉണ്ടെങ്കിലേ മാർക്കറ്റ് ലഭിക്കൂ. അങ്ങനെയുള്ള ആഗോള മാർക്കറ്റിൽ അതിൽ ചിലവുള്ളത് കൊണ്ടാണ് അവരൊക്കെ അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇതിന് എന്നും നിലവാരമുണ്ട്, ഫുസ്ഹ അറബിക്ക് എന്നും നിലവാരമുണ്ട്. അടിസ്ഥാനപരമായി നമുക്കൊക്കെ അതിൽ ഫർള് കിഫായ എന്ന് പറയാൻ പറ്റുന്നതും അത് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ളത്, ഞങ്ങൾ ഓഫീസിൽ ഈ പള്ളിയും പള്ളിയിലെ ഇമാമിങ്ങൾ, അതുപോലെ വാഇദീങ്ങൾ, മുഅദ്ദിനീങ്ങൾ ഇവരൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്ന നമ്മൾ ഓഫീസാണ്. ആ ഓഫീസിൽ ഒരു SMS ഇവർക്ക് ഒന്നുകിൽ ഇന്ന ദിവസം വരണം, അല്ലെങ്കിൽ ഇന്ന മുഅ്തമറിന് പങ്കെടുക്കണം, ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു SMS അയച്ചാൽ അന്ന് രാത്രി എനിക്ക് കോളാണ്, എന്നെ അറിയുന്നവരൊക്കെ വിളിക്കും. ഇങ്ങനെ SMS ഔഖാഫിൽ നിന്ന് വന്നിരുന്നു, എന്തായാലും പറഞ്ഞിട്ടുള്ളത് ആരെ ചോദിക്കുന്ന ബിരുദധാരികളാണ്, ഇത് വസ്തുതകളാണ്. അപ്പം അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിക്കാനും പാടില്ല. അത് എന്തുണ്ടായിരിക്കണം? മോഡേൺ അറബിക്ക് പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ എവിടെയും ഇജ്ജത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ ആവശ്യമുള്ള ഇൽമ് പഠിക്കുക എന്നത് ഇബാദത്ത് തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് ഫുസ്ഹ അറബിയെ കൈവിട്ടുകൊണ്ടല്ല, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മോഡേൺ അറബിക്കും പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കാനായി സമയം ചെലവഴിക്കേണ്ടതില്ല. അത് സമയമനുസരിച്ച് ചുറ്റുപാടനുസരിച്ച് പഠിഞ്ഞുകൊള്ളുമെന്ന് പറഞ്ഞത് ആമിയനെ കുറിച്ച് മാത്രമാണ്, കൊളോക്കിയൽ ലാംഗ്വേജിനെ കുറിച്ച് മാത്രമാണ്. ഇതാണ് ഇത് സംബന്ധമായിട്ട് എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 45 മിനിറ്റോളം നമ്മൾ സംസാരിച്ചു, ചർച്ച നടന്നു. അറബി ഭാഷ പഠിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും അതോടൊപ്പം ക്ലാസിക്കൽ അറബിയും കൂടെ മോഡേൺ അറബിയും കൊണ്ടുപോകണമെന്നാണ് ഈ ചർച്ചയിലുടനീളം ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഗസ്റ്റുകൾ നമ്മളോട് സംസാരിച്ചത്. ഇനി കുറച്ച് സമയം ഇൻട്രാക്ഷൻ്റെ സമയം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ നിലക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ ആലിമീങ്ങൾക്കൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. കേരളീയ ഉലമാക്കൾ ഇങ്ങനെ കിതാബ് രചനയിൽ തീരെ ഉണ്ടെങ്കിലും അവരുടെ അത്ര ഫോക്കസ്ഡ് അല്ല എന്ന് കാണാം. അതുപോലെ തന്നെ കേരളത്തിൽ ദർസുകളിലാണെങ്കിലും ദേവകളിലാണെങ്കിലും ഒക്കെ ലുഗത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും ഇപ്പം നമുക്ക് അർത്ഥം വെക്കാൻ ആവശ്യമില്ലാത്ത ഒരുപാട് ഗരീബായ മസലകൾ പറയുന്ന ആളുകളൊക്കെ കിതാബുകളായി പ്രതിഷ്ഠിക്കുന്ന അത്രക്കും വിശകലനം ഇപ്പോൾ അൽഫിയിലൊക്കെ ഒരുപാട് സെർഹുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഹദീസിലേക്കും ഖുറാനിലേക്കൊക്കെ വരുമ്പം അതിൻ്റെ ഉള്ളിലുള്ള അത്രക്കും ആയത്തിലുള്ള ചർച്ചകളൊന്നും ഹദീസിൻ്റെ ഇതിലൊന്നും കാണാറില്ല. അപ്പം ലുഗത്ത് പഠിക്കുമ്പം അതിൻ്റെ ആയം എത്ര ആയത്തിലാണ് പഠിക്കേണ്ടത്? കാരണം ഒരുപാട് സമയം അതിലെടുക്കുമ്പോൾ ഇവിടുന്ന് ഒരുപാട് മിസ്സാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ബാലൻസ് അങ്ങനെ കൊണ്ടുവരണം. എത്ര ആയത്തിലാണ് അതിനെ പഠിക്കേണ്ടത് എന്നൊന്ന് വിശദീകരിച്ച്. ഒന്ന് ആ മോൻ പറഞ്ഞതിൽ ആദ്യത്തെ ഭാഗത്തിൽ ഒരു പ്രശ്നമുള്ളത്, ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർ എല്ലാവരും ഗ്രന്ഥരചനയിൽ ഫോക്കസ് ചെയ്തവരാണെന്നാണ്. അങ്ങനെയല്ല. ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരിൽ ഗ്രന്ഥരചനയിൽ ഫോക്കസ് ചെയ്ത ആളുകളെയാണ് നമുക്കറിയുന്നത്. അവിടെയും ഇതുപോലെ ഒരുപാട് പള്ളികളും ഒരുപാട് ദർസുകളും ഉണ്ട്, അവിടെ മുദരിസുമാരും ഉണ്ട്. അവരൊന്നും ഈ എഴുത്തിൽ ഫോക്കസ് ചെയ്യാത്ത ആളുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ എഴുത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ചോദ്യം ചോദിച്ച മോൻ തന്നെ ദർസിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമാവും ഏകദേശം? ഒരു ഉദാഹരണം 4 വർഷമായി. നമ്മളൊക്കെ
ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഗതികൾ. ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അറബിയിൽ സെൻറ്റൻസുകളൊക്കെ എഴുതാൻ പഠിച്ചല്ലോ അല്ലേ? പരീക്ഷ 1-ാം വർഷ പരീക്ഷ എഴുതി, 2-ാം വർഷ പരീക്ഷ എഴുതി, 3-ാം വർഷ പരീക്ഷ എഴുതി, 4-ാം വർഷ പരീക്ഷ എഴുതി. ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം എഴുതാൻ കഴിവ് കിട്ടി. ഈ കഴിവ് വെച്ചിട്ട് ദൈനംദിനം നമ്മുടെ ഡയറി, നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെക്കുറിച്ച് ഒരു രാത്രിയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് ഡയറി എഴുതാൻ എത്ര പേര് മുതിർന്നിട്ടുണ്ടാവും? പോട്ടെ, നമ്മുടെ സുഹൃത്തിനോട് അറബിയിലൊരു കത്തെഴുതാൻ, സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അറബിയിലൊന്ന് പറയാൻ, അറബിയിലൊന്ന് സംസാരിക്കാൻ, അല്ലേ? ആണോ അല്ലേ? അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമത്തിൻ്റെ കുറവ് ആ ഭാഗത്ത് കാണുന്നില്ലേ? നേരത്തെ ഇപ്പോൾ ഉസ്താദ്മാർ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പഴയകാല പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർക്ക് ഒരുപക്ഷെ അറബിയിൽ അവർക്ക് ക്ലാസ് നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവരുടെ ആവശ്യം നമുക്കുണ്ട്. കാരണം അവർ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ ഡെപ്തായിട്ടുള്ള മാലൂമാത്തുകൾ നമുക്ക് ലഭിക്കണം. അത് മലയാളമാണെങ്കിലും മറ്റേതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജ് നമുക്ക് ലഭിക്കണം. അത് കിട്ടേണ്ടത് തന്നെയാണ്, കിട്ടുകയും വേണം. പക്ഷേ ഇപ്പോൾ മോഡേൺ സംവിധാനങ്ങൾ ഒരുപാടുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, അൽ ജസീറ ചാനൽ, ജസ്റ്റ് ഒന്ന് അൽ ജസീറ ചാനലിലെ അറബി ഭാഷാ പഠന സഹായി എന്ന് പറയുന്ന അറബിക് ഫോർ ബിഗിനേഴ്സ് എന്നും അറബിക് ഫോർ ഇൻ്റർമീഡിയറ്റ് എന്നും അറബിക് ഫോർ അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ലെവലിലുള്ള അറബിക്കിൻ്റെ ഭാഷാ പഠനത്തെ അൽ ജസീറ ചാനൽ, BBC അതുപോലുള്ള പല ചാനലുകളും നൽകുന്നുണ്ട്. ആ ചാനലുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ യൂട്യൂബുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാനും അതനുസരിച്ച് നമ്മൾ ഓരോ ദിവസം ഇതുപോലെ ഡയറി എഴുതുക, സുഹൃത്തിന് കത്തെഴുതുക, സുഹൃത്തിനോട് നടന്നു പോകുമ്പോൾ അറബിയിൽ സംസാരിക്കുക. പൊതുവേ ഇപ്പം ഞാനൊക്കെ ദർസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ അറബിയിൽ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ കൂട്ടുകാർ വെറുതെ ഇങ്ങനെ കൈഫ് ഹാലുക്ക് അയിനത്തത് ഹബ് ഹല്ലന അൻ നംഷി ഇലൽ മൊത്തം എന്നൊക്കെ പറയുമ്പോൾ ഇവനെന്തോ അഹങ്കാരത്തിൻ്റെ ആളാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് അറബിയിൽ സംസാരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ദേവാ കോളേജുകളിൽ ഒരു ദിവസം അറബി മാത്രം, ഇപ്പോൾ വ്യാഴമോ അല്ലെങ്കിൽ ബുധനോ ഏതെങ്കിലും ഒരു ദിവസം അറബിക്കിന് മാത്രം നമ്മൾ ഫിക്സ് ചെയ്യുക. എന്നിട്ട് അന്നത്തെ ദിവസം അറബിയിൽ മാത്രം സംസാരിക്കുക. അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും എന്ന് കരുതിയിട്ട് നമ്മുടെ കിതാബുകൾ ഡെപ്തായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കിതാബുകളെ ഡെപ്തായിട്ട് തന്നെ മനസ്സിലാക്കുകയും നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കൊളോക്കിയൽ ലാംഗ്വേജിന്, അതായത് ആമിയായ ലാംഗ്വേജിനപ്പുറം മോഡേൺ ലാംഗ്വേജിന്, അതുപോലെ അറബിയിലുള്ള പത്രങ്ങൾ, ഇപ്പോൾ എല്ലാ പത്രങ്ങളും നമുക്ക് ഫോറിനിൽ നിന്നും വരുത്താനൊന്നും ഒരുപക്ഷെ സാധിക്കില്ല. അങ്ങനെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അതുപോലെ തന്നെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എങ്ങനെയാണ് അറബി സ്കോളേഴ്സിനെ നമ്മുടെ കോളേജുകളിലേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് പരിമിതികൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമ്മുടെയൊക്കെ തൊട്ടടുത്തുള്ള പല മോഡേൺ സ്ഥാപനങ്ങളും അത്തരത്തിൽ അറബികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവരെ പിന്നെ തിരിച്ച് കയറ്റിവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് പോട്ടെ, എങ്കിൽ പോലും നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള ഉസ്താദുമാർക്ക് ഇവിടെ നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അറബികളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫോറിനേഴ്സായിട്ടുള്ള അറബികളെ നമുക്ക് ഓൺലൈനിലൂടെ ഉപയോഗിക്കാൻ സാധിക്കും. അവരെ കൊണ്ട് 1-2 ക്ലാസ്സുകൾ, ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകൾ എടുപ്പിക്കാൻ സാധിക്കും. ഒരു ദിവസം അറബി ഭാഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കും. അങ്ങനെ പല കാര്യത്തിൽ, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അറബിയിലുള്ള മക്കാലകൾ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക, കത്തെഴുതിപ്പിക്കുക, അതുപോലുള്ള സംഗതികളൊക്കെ ചെയ്തുകൊണ്ട് അറബി ഭാഷയിൽ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ മോഡേൺ അറബി മെച്ചപ്പെടുത്താൻ സാധിക്കും. ഏതെങ്കിലും ഒരു അറബി മാഗസിൻ നിർബന്ധമായി നമ്മുടെ ലൈബ്രറിയിൽ വരുത്തുക. അത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്കല്ല ദിനമായിട്ട് വായിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ഒരു പരീക്ഷയോ ഒക്കെ നടത്താവുന്നതാണ്. കുട്ടി ചോദിച്ച ചോദ്യത്തിൽ എത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം, അതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്, ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഹദീസും ഖുർആനൊന്നും പഠിക്കുമ്പോൾ ആവശ്യം വരുന്നില്ലല്ലോ എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ചോദിച്ചു. അത് നമുക്ക് ഈ ഖുർആനിലും ഹദീസിലും അവിടെ നമ്മൾ അതിൻ്റെ ആവശ്യം മനസ്സിലാണെങ്കിൽ അതിൻ്റെയും ഒരു ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്നൊരു സൂറത്ത് നമ്മൾ പഠിക്കുന്നു. അത് നമ്മൾ ജലാലൈനി വെച്ചുകൊണ്ട് ഇങ്ങനെ ഓതുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വലുപ്പം മനസ്സിലാവും. അത് തന്നെ റാസി വെച്ചുകൊണ്ട് ഓതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ വിശാലത മനസ്സിലാവും. ഇപ്പോൾ ഇദാ ജാ എന്നുള്ളിടത്ത് എന്തുകൊണ്ട് ഇദാ എന്ന് പറഞ്ഞു, ഇൻ എന്ന് പറഞ്ഞുകൂടെ? ഇൻ എന്ന് പറയാതെ ഇദാ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതിൻ്റെ ലുഗവിയായ അല്ലെങ്കിൽ നഹവിയായ അതിൻ്റെ ഫായിദ എന്താണ്? അതിൻ്റെ ബലാഗിയായ അതിൻ്റെ ഫായിദ എന്താണ്? ഇദാ ജാ
എന്ന് പറഞ്ഞ ജാഅനെ എന്ത് സെലക്ട് ചെയ്യുന്നു? എന്തുകൊണ്ട് ഇതാ അത്ത എന്ന് പറഞ്ഞില്ല? നസ്റുള്ള വൽ ഫത്ഹ്, നസ്റും ഫത്ഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഉദാഹരണം പറഞ്ഞാണ് ഞാൻ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ഇപ്പോൾ റിജിസ് എന്ന് അറബി വാക്കുണ്ട്, റിജിസ് എന്നുണ്ട്, റിജിസ് എന്നുണ്ട്. രണ്ടും ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ രണ്ടും ഒരേ അർത്ഥം തന്നെ ആയിരിക്കും. പക്ഷേ ചിലയിടത്ത് റിജിസ് എന്നും ഇക്കടുത്ത് ജിജിസ് എന്നും പ്രയോഗിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിച്ചത്? ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അറബി ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിശാലമായ ഭാഷയാണ്. 24 മണിക്കൂർ ഒരു ദിവസത്തിനുണ്ടെങ്കിൽ 24 മണിക്കൂറിനും 24 പേരുകളുണ്ട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമുക്ക് രാവിലെ വൈകുന്നേരം രാത്രി ഇങ്ങനെ 2-3 പേരെ മലയാളത്തിലുള്ളൂ. പക്ഷേ അറബിയിൽ അങ്ങനെയല്ല. അപ്പോൾ വളരെ മൈന്യൂട്ടായൊരു ഭാഷയാണ് അറബി എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ അഹ്റജ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തെടുത്തു എന്നാണ്, ഹറജ പറഞ്ഞാലും പുറത്തെടുത്തു എന്നാണ്, ഇസ്തഖ്റജ പറഞ്ഞാലും പുറത്തെടുത്തു എന്നാണ്. പക്ഷേ ഈ മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അഹ്റജ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു മുള്ള് നമ്മുടെ കാലിൽ തറച്ചു കൂട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഭാഗം പുറത്തേക്ക് താങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്താൽ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്നുകൊണ്ട് വലിച്ചാൽ അത് പോരും. അതിനാണ് അഹ്റജ. നേരെ പുറത്തേക്ക് പകുതിയായി നിൽക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി മാത്രമേ പുറത്തേക്ക് നിൽക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് എടുക്കുക. അപ്പോൾ അത് ഹറജയായി. ഇനി അത് ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് കൂട്ടുക, എന്നാൽ പിന്നെ നമ്മൾ തുഴഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ അത് ഇസ്തഖ്റജയാണ്. ഒരു മസലൻ ഇനി തഹറജ എന്ന് പറയുന്നതും ഹറജ എന്നൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ചൂഴ്ന്ന് ഉള്ളിൽ ഇറങ്ങി തന്നെ പഠിക്കണം. പക്ഷേ അത് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉസ്താദ് പറഞ്ഞ പോലെ അതിൻ്റെ ഫലം ചിലപ്പം വേറെ സമയത്തേക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അത് തന്നെ അപ്പോൾ തന്നെ ഫലം കിട്ടണം എന്ന രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ചിലർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ, ചിലർക്ക് ബലാഗയിലേക്കും ഇൻട്രസ്റ്റ്, അവർ അതിൽ കുറച്ച് ഫോക്കസ് ചെയ്യും. ചിലർക്ക് പിന്നെ നഹവിയ ചർച്ചകളിലേക്കും. എല്ലാവരും നമുക്ക് നഹവിസ്റ്റുകൾ വേണം, അതേപോലെ ബലാഗയിൽ കഴിവുള്ള ആളുകൾ വേണം, അതേപോലെ ഫിഖ്ഹിൽ കഴിവുള്ളവർ വേണം. അപ്പോഴാണ് ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. വാക്കും കൂടി നേരത്തെ പറഞ്ഞില്ലേ, അത് അന്വേഷണാത്മകമായിട്ടാണ് സംസാരങ്ങളൊക്കെ. അവിടെ പിന്നെ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുസ്ദ, അതിന് ഒറ്റർത്ഥത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നൊരു അർത്ഥമുള്ളൂ. പക്ഷേ ഇമാം റാസി അതിൽ നിന്ന് 12 മസലകളാണ് കൊണ്ടുവന്നത്. ആ പദപ്രയോഗത്തിൻ്റെ ഓരോ അവസ്ഥകൾ പറഞ്ഞുകൊണ്ടാണത്. അപ്പോൾ അതിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങും തോറും അത് എല്ലാം മുത്തുകൾ നമുക്ക് തപ്പി എടുക്കാൻ കഴിയും. ആ കഴിവുകൾ നേടുമ്പോൾ അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയും. അതാണ് അതിൻ്റെ അവസ്ഥ. ഈ ഭാഷ പഠിയണമെങ്കിൽ എത്ര ഗ്രാമറ്റിക്കലായിട്ട് പഠിച്ചോണം, തിയററ്റിക്കലായിട്ട് പഠിച്ചോണം കാര്യമില്ല. മറിച്ച് അത് പ്രാക്ടിക്കലാവണം. അത് നീന്തൽ പഠിക്കുമ്പോൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഏത് ഭാഷ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദഅവ കോളേജുകൾ, ദർസുകളൊക്കെ ഈ ഉസ്താദ് സാറ് പറഞ്ഞതുപോലെ ഒന്നുകിൽ ഒരു ദിവസം അല്ലെങ്കിൽ നിശ്ചിത സമയം അറബി, ഏറ്റവും ചുരുങ്ങിയത് അറബി ഭാഷാ ക്ലാസ്സുകൾ അറബി മീഡിയം തന്നെ ആവുക, അറബി മീഡിയം തന്നെ ആയിരിക്കുക. അത് വലിയൊരു പോസിറ്റീവ് എനർജി കുട്ടികൾക്ക് ഉണ്ടാക്കും, അഭിമാനബോധം ഉണ്ടാക്കും. അതോടൊപ്പം ഈ പഠിപ്പിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സൂചിപ്പിച്ചാണത്, നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ആവശ്യമുള്ള വാക്കുകളും കൂടി ഉള്ള പുസ്തകങ്ങളോ കിതാബുകളോ അല്ലെങ്കിൽ അത്തരം സൈറ്റുകൾ ധാരാളം. ഇപ്പോൾ ഉദാഹരണം നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ നിങ്ങൾ അറിയുന്നതായിരിക്കാം, പിന്നെ arabic.ba അതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അവിടെ പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെറ്റേഴ്സിന് ഹർക്കത്തിന് കിട്ടണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. വസതിയായിട്ടുള്ള അക്ഷരങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവിടെ ഉണ്ട്. ഇറാബ് ശരിക്കും കിട്ടണമെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ 3 ഓപ്ഷനും കൂടി ഓണാക്കിയിട്ടാൽ എല്ലാ അക്ഷരങ്ങളും ഹർക്കത്തുണ്ടാവും. അതല്ല ഏതെങ്കിലും ഒഴിവാക്കിയിട്ടാൽ ഒഴിഞ്ഞു പോകും. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ഹർക്കത്തില്ലാത്ത രൂപത്തിൽ വായിക്കുക. എന്നിട്ട് വായിച്ചത് എന്തെന്ന് ഓർമ്മ ഉണ്ടാവും. ഒക്കെ കഥകളാണ്, അധികം കഥകളും കോൺവെർസേഷനുമാണ്, അല്ലെങ്കിൽ മുഹാദസാത്തുകളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ സ്വന്തം വായിക്കുക. എന്നിട്ട് നമ്മളെ അത് ഓർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഇത് ഓണാക്കിയിട്ട് വായിക്കുക, അതിൻ്റെ ഇറാബ് ഓണാക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് വായിക്കുക. അപ്പോൾ നമ്മൾ എത്ര തെറ്റിച്ചു എന്ന് നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിലുണ്ടോ, ഓർമ്മയിലുണ്ടോയെന്ന് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മളത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിവ് നേടണം. അതിൽ അന്തസ്സുണ്ട്, അതിൽ നമുക്ക് ആഭിജാത്യമുണ്ട്, അതിൽ നമുക്ക് പിന്നെ ഇസ്സത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആസ്വദിക്കാനും കൂടി നമുക്ക് കഴിയണം. അതാണ് പ്രധാനപ്പെട്ട ഒന്ന് പറയാനുള്ളത്. പിന്നെ പ്രബന്ധ അവതരണത്തിനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, മത്സരമല്ല, അവസരം ഉണ്ടാക്കുക. എന്നിട്ട് ആഴ്ചയിലേക്ക് സാഹിത്യ സമാജം പോകുക. അതിൽ ഒരു സാഹിത്യ സമാജം അറബി തന്നെ ആവട്ടെ, അറബി വിഷയം ടോപ്പിക്ക് അവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ കഴിവ് തെളിയിക്കട്ടെ, ഉസ്താദ് അതിനെ വാല്യുവേറ്റ് ചെയ്യുക. ഈ രൂപത്തിൽ അറബി ഭാഷാ സംസാരം പരിപോഷിപ്പിക്കാനും കൂടി നമ്മുടെ മുന്നേയുള്ള സംവിധാനത്തിൽ ആഡ് ചെയ്താൽ തീർച്ചയായും നല്ല കഴിവുള്ള, കപ്പാസിറ്റിയുള്ള നല്ലൊരു തലമുറ വളർന്നു വരും. ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുറവുകൾ, ന്യൂനതകളുണ്ട്. അത് സ്വാഭാവികമാണ്. ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞേക്കാൾ ഒരു ഭാഗത്ത് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കുറവുകളും ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നേരത്തെ സാറ് പറഞ്ഞ മറ്റൊരു വിഷയം, അറബ്സിൻ്റെ
ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു അറബിയെ തന്നെ ഞാൻ പലരോടും സംസാരിക്കുന്ന മിസ്രികളായ യമനികളായ സുഡാനികളായ പണ്ഡിതന്മാരോട് സംസാരിച്ചിരുന്നു, ഞങ്ങൾ കേരളത്തിൽ വരുമോ, അവിടെ അധ്യാപകനായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അവർക്കും ഒക്കെ മൂന്നാം ലോക രാജ്യങ്ങളായതുകൊണ്ട്, ഒരുപാട് വികസിത രാജ്യങ്ങളായതുകൊണ്ട് ഒരുപാട് ശമ്പളം കൊടുക്കേണ്ടതില്ല, ഏതാണ്ട് ഇവിടെ കൊടുക്കുന്ന ശമ്പളമൊക്കെ തന്നെ കൊടുത്താൽ മതി. പക്ഷേ അവരുടെ താമസം, അവരുടെ ഫാമിലിക്ക് കൂടിയുള്ള താമസ സൗകര്യം, ടിക്കറ്റും കൂടെ കൊടുക്കണം. അത് സൗകര്യമുണ്ടെങ്കിൽ നിയമപരമായി എതിരല്ലാത്ത വശങ്ങളൊക്കെ സാധ്യമാണെങ്കിൽ അതുകൂടി സ്ഥാപനങ്ങൾക്കൊക്കെ അത് പറ്റും, ചെറിയ ദിവസങ്ങൾക്ക് പറ്റില്ല. ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു വിപ്ലവം അതിലൂടെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന കുട്ടികളായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും നാഷണൽ സെമിനാറുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളായ എത്ര ആളുകൾ സിനോപ്സിസോ അല്ലെങ്കിൽ പേപ്പറോ അയച്ചിട്ടുണ്ടെന്നൊന്ന് പറയാമോ? ഇപ്പോൾ ഇരിക്കുന്നതിലൊന്ന് കൈ ഉയർത്തിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നാഷണൽ സെമിനാറുകൾ നടത്തുമ്പോൾ അതിലേക്ക് സിനോപ്സിസോ അല്ലെങ്കിൽ പേപ്പറുകളോ അയച്ചിട്ടുണ്ടോ? അവതരിപ്പിക്കാൻ അവസരം കിട്ടിയായിരുന്നോ? ഇല്ല. എവിടെയാണ് വെച്ചത്? ഏത് സർവകലാശാല? ഇരുന്ന് പറഞ്ഞാൽ മതി. അത്തരത്തിലുള്ള അവസരങ്ങൾ അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഈ കേരളത്തിലാണെങ്കിലും മറ്റ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത്തരം സെമിനാറുകൾ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാകണം. പേപ്പറുകൾ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആദ്യം പേപ്പർ അയച്ചു കൊടുക്കുക, സിനോപ്സ് അയക്കുക, ഫൈനൽ പേപ്പർ അയച്ചു കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 19-20 2 ദിവസം ചേർന്നുള്ള സെമിനാർ നടന്നിരുന്നു. അതിന് ഏകദേശം 110 പേപ്പറാണ് പല സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് വന്നത്. അവർ വന്നിട്ട് ആ പേപ്പറൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി എടുത്ത അവരുടെ എഫർട്ട് എന്ന് പറയണത്, അല്ലെങ്കിൽ ആ പേപ്പർ അവതരിപ്പിക്കാൻ അവർക്ക് കിട്ടിയ ചാൻസ് അവർ ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായാണ്. ആദ്യ ദിവസം കുറച്ച് ഉഴപ്പം വന്നു, അത് ഞാനൊന്ന് ഉടക്കി എല്ലാവരുമായിട്ടൊന്ന് ഉടക്കി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പക്കയായി, വളരെ നന്നായിട്ടുള്ള പേപ്പറുകൾ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ 35 വർഷമായി നമ്മുടെ സ്ഥാപനം ആരംഭിച്ചിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നതാവട്ടെ, ഇതിൻ്റെ ബാഹ്യ അല്ലെങ്കിൽ ഉപസ്ഥാപനങ്ങൾ പഠിക്കുന്നവരാവട്ടെ, നമ്മുടെയൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊക്കെയാണ് കേരളത്തിൻ്റെ വിവിധ സർവകലാശാലകളിലെ അധ്യാപകരാവേണ്ടത് എന്നത് ഓർക്കണം. ഹലോ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജമാഅത്ത് മുജാഹിദ് വളർന്നതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരേതിനെയാണ് ഉപയോഗപ്പെടുത്തിയത്? അറബി മാഷുമാരായതിനെയാണ് ഉപയോഗപ്പെടുത്തിയത്, അല്ലേ? അങ്ങോളം ഇങ്ങോളമുള്ള അറബി മാഷുമാരാണ് അതിന് തയ്യാറായത്. ഇപ്പം ആ ഭാഗത്ത് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും മതിയായ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ നമുക്കുള്ള ചാൻസ്, പ്രത്യേകിച്ച് ഞാൻ ഞങ്ങളുടെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ PSC പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ മത്സരിക്കുന്നത് നഹവ് കലക്കി കുടിച്ച ആളുകളോടാണ് എന്ന് പറയാറുണ്ട്. അവരെ വരട്ടാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. കാരണം നഹവ് കലക്കി കുടിച്ച ആളുകൾക്കുള്ള ഒരു അഭാവം എന്ന് പറയുന്നത് അവർക്ക് അതബില്ല എന്ന് പറയുന്നത് മര്യാദയില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതബിലുള്ള അവരുടെ അറിവിൻ്റെ അപര്യാപ്തതയാണ്. ആ ഭാഗം കൂടി ക്ലിയർ ആക്കി കഴിഞ്ഞാൽ PSC പരീക്ഷകൾ നന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിലുള്ള വിവിധ സർവകലാശാലകളിലെ അധ്യാപകരാവേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന ചിന്ത നമുക്ക് വേണം. കേരളത്തിലുള്ള അറബി പോസ്റ്റുകളിൽ കയറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കയറണം. ഇപ്പോൾ വന്നിരായ ഷെയ്ഖുനയും മറ്റുമൊക്കെ ഉള്ള ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളൊക്കെ ചെലുത്തേണ്ടതുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്വാധീനത്തിനുള്ള അവസരവും ഉണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത്. അങ്ങനെയൊക്കെ അവസരങ്ങൾ നിൽക്കുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നുള്ള കാര്യം മറന്നു പോകരുതെന്ന് സൂചിപ്പിച്ച് നിർത്തുന്നു. അല്ലാഹു തആല അതിനെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഇനി കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. നേരത്തെ തൊട്ട് മുമ്പ് സാറ് സൂചിപ്പിച്ച പോലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ നടക്കുന്ന സെമിനാറുകളിൽ നമ്മുടെ പ്രാതിനിധ്യം വളരെ കൂടുതൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ജോലി സാധ്യതകൾക്കും ഒക്കെ ഒരു ഇൻ്റർവ്യൂ പാനലിൽ 3-4 ആളുകൾ ഉണ്ടാകുമ്പോൾ അവർ അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പ് മറ്റു പല സെമിനാറുകളിലും മറ്റും കണ്ടുള്ള ഒരു പരിചയം വേണം. അപ്പോൾ സാറിനെ പോലത്തെ ഇത്തരമൊരു കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കെ നമ്മൾ വേണ്ട വിധത്തിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇവിടെ സംസാരിച്ചതും കേട്ടതുമൊക്കെ അല്ലാഹു തആല സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.